നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. സോ നമ്മൾ DTFT യൂസ് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം, ഫേസ് സ്പെക്ട്രം എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് ഓഫ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈസ് കോൾഡ് ദ സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് എൻ, ഈസ് കോൾഡ് സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് എൻ. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രം ഡിറ്റർമിൻ ചെയ്യാൻ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂ, അതായത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ നമ്മൾ ഡിറ്റർമിൻ ചെയ്താൽ മതി. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ്. സോ സിൻസ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ, and this can be written as x of e raised to j omega equal to x r of e raised to j omega plus j into x I of e raised to j omega. സോ ഇതിനെ നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുവാണ്. ഇതിൻ്റെ റിയൽ പാർട്ട്, ഇത് അതിൻ്റെ ഇമാജിനറി പാർട്ടുമാണ്. എ പ്ലസ് ജെ ബി ആ ഫോമിൽ നമ്മൾ റിയൽ ഇമാജിനറി പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുവാണ്. സോ വെയർ x r of e raised to j omega is the real part and x I of e raised to j omega is the imaginary part. So നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ magnitude of x of e raised to j omega, magnitude of x of e raised to j omega, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. സോ ഈസ് കോൾഡ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. നമ്മളിത് കണ്ടിന്യൂസിൻ്റെ കേസിലും ഈ രീതിയിൽ പഠിച്ചിരുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. ദെൻ ആ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമ്മളെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന നോക്കാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് ആർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ സ്ക്വയർ പ്ലസ് എ പ്ലസ് ജെ ബിയുടെ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ആ ഫോമിൽ നമ്മൾ ഇതിൻ്റെയും എക്സ് ഐ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ സ്ക്വയർ. സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നമ്മളിങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ്. ദെൻ ഫേസ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, ഫേസ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈസ് കോൾഡ് ഫേസ് സ്പെക്ട്രം, ഈസ് കോൾഡ് ഫേസ് സ്പെക്ട്രം. സോ ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഈ ഒരു ഫംഗ്ഷൻ്റെ ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ഐ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ബൈ എക്സ് ആർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. സോ ടാൻ ഇൻവേഴ്സ് ഈ വാല്യൂ ആണ് നമുക്ക് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ടാണ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഫേസ് സ്പെക്ട്രം എന്ന് പറയും. സോ മാഗ്നിറ്റ്യൂഡും ഫേസ് സ്പെക്ട്രവും നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ്. അത് പ്ലോട്ട് ഓഫ്, സോ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഈസ് പ്ലോട്ടഡ്, spectrum is plotted with the magnitude value, that is modulus of x of e raised to j omega versus omega. ഒമേഗയുടെ വാല്യൂസ് കൊടുത്തിട്ട്
നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വെച്ച് നമുക്ക് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാം. ഫേസ് സ്പെക്ട്രം is plotted with the angle of x of e raised to j omega versus omega. സോ ഈ രീതിയിലാണ് ഫേസ് സ്പെക്ട്രവും പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഇനി ചില ക്വസ്റ്റ്യൻസിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാൻ പറയും. എന്നിട്ട് അതിൻ്റെ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇതിൻ്റെ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ദെൻ ഫേസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നത്. ദെൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ദ ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. y ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് n പ്ലസ് എ വൈ ഓഫ് n മൈനസ് 1. ഫൈൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്പെക്ട്രം എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് DTFT ആണ്. ഡിസ്ക്രീറ്റ് ടൈം ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എന്നിൻ്റെത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് എ ഇൻറ്റു വൈ ഓഫ് n മൈനസ് 1. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n നോട്ട് ഇവിടെ 1 ആണ്. സോ ഇവിടെ നമുക്ക് y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ടേംസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 ഉണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 1 മൈനസ് എ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് കിട്ടും. ഇതിൽ നിന്നും y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ബൈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. ദാറ്റ് ഈസ് 1 ബൈ 1 മൈനസ് എ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഓർ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. ദെൻ ഇത് പ്ലോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. സോ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അതായത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. സോ ഈ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഈ ഒരു സോ ഓക്കെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 1 ബൈ 1 മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ. ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയാണ്. സോ e raised to minus j theta means cos theta minus j sin theta, that is cos omega minus j sin omega എന്ന് എഴുതാം. and this is equal to 1 by 1 minus a cos omega minus j a sin omega. സോ ഈ രീതിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ 1 minus a cos omega minus j a sin omega. സോ ഇവിടുന്ന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ സോ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് ആണ്. സോ
ന്യൂമറേറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെയാണ്. ബൈ ഡിനോമിനേറ്റർ എ പ്ലസ് ജെ ബി ഫോമിലാണ്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എ കോസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി ജെ കമ്പോണൻറ്റ് കൂടെ ഉള്ള ടേമാണ് ബി ആയിട്ട് നമ്മൾ എ സൈൻ ഒമേഗ ദ ഹോൾ സ്ക്വയർ. സോ ഈ രീതിയിൽ നമുക്ക് ദെൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ബൈ റൂട്ട് ഓഫ് ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 2a cos omega plus a square sin square omega. So ഇതിനെ a minus b the whole square that is a square plus b square minus 2ab ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. ദെൻ ഇത് a sin omega the whole square a square sin square omega. Then this is equal to 1 by root of 1 plus a square cos square omega plus a square sin square omega. a square കോമൺ എടുത്താൽ sin square omega plus cos square omega അത് 1 ആണ്. സോ നമുക്കതിനെ a square ഇൻറ്റു 1 എന്ന് എഴുതാം മൈനസ് 2a cos omega. Then this is equal to 1 by root of ഇനി നമുക്ക് എങ്ങനെ എഴുതാം 1 മൈനസ് 2a കോസ് ഒമേഗ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. സോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ദെൻ ഇത് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ഈ എ അപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം എറ്റ് എ ഈക്വൽ ടു ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1/2 ആൻഡ് നമ്മൾ എയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. എയ്ക്ക് ഒമേഗയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. ദാറ്റ് ഈസ് ഒമേഗയ്ക്ക് വാല്യൂസ് കൊടുക്കുക. ദാറ്റ് ഈസ് 0 1 2 3 -1 -2. then corresponding h of e raised to j omega വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുക. ഒമേഗയ്ക്ക് ഒരു എ എപ്പോഴും 1/2 ആയിട്ട് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 1 ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഞാനിവിടെ എ 1/2 ആയിട്ട് എടുത്തേക്കുന്നത്. ദെൻ ഒമേഗ ഡിഫറെൻറ്റ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും സീറോയും ഈ വാല്യൂസ് കൊടുത്തിട്ട് ഇങ്ങനെ സിമെട്രിക്കലായിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയ്ക്ക് 1/2 ഒമേഗയ്ക്ക് ഓരോ വാല്യൂസ് കൊടുത്തിട്ടുള്ള എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഡിറ്റർമിൻ ചെയ്തിട്ട് ആ ഒരു സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുക. സോ ആ ഒരു സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം കിട്ടുന്നത് ഏകദേശം ഇങ്ങനെ ആയിരിക്കാം. സോ ഒമേഗ ആൻഡ് ദിസ് ഈസ് മോഡുലസ് ഓഫ് h of e raised to magnitude. So this is the magnitude with respect to omega. നമുക്കറിയാം 0 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0 കൊടുക്കുമ്പോൾ ഈ ഒരു ടേം നമുക്ക് ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ cos 0 1 ആണ്. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. a 1/2 കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ 0 നിങ്ങൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് 2. സോ ഇങ്ങനൊരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു സിമെട്രിക്കലായിട്ട് വരുന്ന ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഒമേഗ. ദെൻ ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാൻ സോ ഒമേഗയ്ക്ക് ഇങ്ങനെയുള്ള വാല്യൂസ് അല്ലെങ്കിൽ റേഡിയൻസിലുള്ള വാല്യൂ കൊടുക്കുക. 0 ഈ വാല്യൂസ് റേഡിയൻസിലായാലും ഓക്കെയാണ്. സോ അങ്ങനെയുള്ള വാല്യൂസ് കൊടുത്തിട്ട് ദെൻ ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുക. ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാൻ ആംഗിൾ ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇതാണ് ഫേസ് സ്പെക്ട്രം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ. നമുക്ക് ഇതാണ്. ഇതിനകത്തുനിന്ന് ഫേസ് സ്പെക്ട്രം കണ്ടുപിടിക്കുക. 1ൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. സോ ന്യൂമറേറ്റർ ആംഗിൾ മൈനസ് ഡിനോമിനേറ്റർ ആംഗിൾ. ഡിനോമിനേറ്റർ ആംഗിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക്
സോ ഇവിടെ പ്ലസ് ആണ്, മൈനസ് എ മൈനസ് പ്ലസ് ആണ്. സോ ഇവിടുന്ന് ആംഗിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബി കമ്പോണൻറ്റ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. ടാൻ ഇൻവേഴ്സ് എ സൈൻ ഒമേഗ ബൈ 1 മൈനസ് എ കോസ് ഒമേഗ. ന്യൂമറേറ്റർ ആംഗിൾ 0 ഡിനോമിനേറ്റർ ആംഗിൾ ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ന്യൂമറേറ്റർ ആംഗിൾ മൈനസ് സം ഓഫ് ന്യൂമറേറ്റർ ആംഗിൾ മൈനസ് സം ഓഫ് ഡിനോമിനേറ്റർ ആംഗിൾ. ഡിനോമിനേറ്ററിൽ പക്ഷേ ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ദ ഇമാജിനറി കമ്പോണൻ്റ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗയാണ്. സോ എ സൈൻ ഒമേഗ ബൈ 1 മൈനസ് എ കോസ് ഒമേഗ, അതാണ് റിയൽ കമ്പോണൻറ്റ്. സോ ഇത് നമുക്കിവിടെ ഇങ്ങനെ കിട്ടും, 0 മൈനസ് അല്ലെങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ്. ഇവിടെ നമ്മൾ വീണ്ടും അസ്യൂം എ ഈസ് ഈക്വൽ ടു ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1/2. ദെൻ വീണ്ടും നമ്മൾ പ്ലോട്ട് ചെയ്യുക, ഒമേഗയ്ക്ക് വാല്യൂസ് കൊടുക്കുക for different values of omega and find the angle of h of e raised to j omega. ഒമേഗയ്ക്ക് വാല്യൂസ് കൊടുത്തിട്ട് h of e raised to j omega ഡിറ്റർമിൻ ചെയ്യുക. and the spectrum will be this is omega angle of h of e raised to j omega and the curve will be ഇങ്ങനൊരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആംഗിൾ ഓഫ് എച്ച് ഓഫ് ഇ റേഷ്യോ ജെ ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. ആൻഡ് ദിസ് ഇസ് ദ ഫേസ് സ്പെക്ട്രം. ഫേസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഫേസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവുമായിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും ഫേസ് സ്പെക്ട്രവും പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വെറുതെ ഒരു y ഓഫ് n ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ, അല്ലെങ്കിൽ x ഓഫ് n ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ സ്പെക്ട്രം വരയ്ക്കാൻ ചോദിക്കും. ജസ്റ്റ് അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുക, ദെൻ പ്ലോട്ട് ചെയ്യുക, മാഗ്നിറ്റ്യൂഡും ഫേസും പ്ലോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളടുത്ത ഇസഡ് ട്രാൻസ്ഫോം ആണ് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.